നോക്കുന്നത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ പ്രോബ്ലം ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇറഗുലറായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെ നമുക്കിത് ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാമെന്നാണ്. സോ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ലിമിറ്റാണ്. കാരണം അതൊരു സിംഗുലാരിറ്റിയിലേക്ക് പോകണം, അതിനൊരു ലിമിറ്റ് വേണം. സോ ലിമിറ്റ് നമുക്ക് വെക്കണം. സോ അങ്ങനെ പറയും. അപ്പം ലിമിറ്റ് വേണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻഫിനിറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ, നമുക്കിപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ടി ആണ്. സോ ടി റീച്ചസ് ഇൻഫിനിറ്റി ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ടി ടു 1. ഓക്കെ, ടി ടു 1 ആണ്. കാരണം ടി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, അത് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ. സോ ടി ടു 1 ടൈംസ് 1/x. ഓക്കെ, നമുക്ക് ഈ ഫംഗ്ഷൻ എടുത്ത് എഴുതാം dx. ഓക്കെ, ഇവിടെ ഏതാണോ ഫംഗ്ഷൻ അത് ഇവിടെ എഴുതാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. 1/x ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടുന്നത് ln x ആണ്. കാരണം ഈ ഒരു റാഷണൽ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് ആണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഏത് തൊട്ട്? ടി ടു 1 തൊട്ട്. സോ അപ്പോൾ നമുക്ക് കിട്ടും ലിമിറ്റ് വെൻ ടി റീച്ചസ് ഇൻഫിനിറ്റി ഓഫ് ln x മൈനസ് ലിമിറ്റ് വെൻ ടി റീച്ചസ് 1 ഓഫ് ln x. നമുക്കറിയാം നമുക്ക് ഈ എക്സിൻ്റെ പകരം ഈ 1 ഇവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. സോ ഇപ്പോൾ നമ്മളതാ ln 1 എന്ന് പറയുന്നത് 0 ആണ്. എപ്പോഴും നാച്ചുറൽ ലോഗ് ഓഫ് 1 ഈസ് 0. അത് നിങ്ങൾ മനസ്സിൽ വേണം. ആൽജിബ്രയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ലിമിറ്റ് വെൻ ടി റീച്ചസ് ഇൻഫിനിറ്റി നമുക്കറിയാം. നമുക്ക് ln ഇൻഫിനിറ്റി ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇതിങ്ങനെയല്ല, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ln ഇൻഫിനിറ്റി ഈസ് സിംപ്ലി ഇൻഫിനിറ്റി. ഒരു വെരി ലാർജ് നമ്പർ ആവും. അത് നമുക്ക് ഇൻഫൈനിറ്റ്ലി വെരി ബിഗ് നമ്പർ. സോ അതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഇൻഫിനിറ്റി കിട്ടാനുള്ള കാരണം. സോ ഓക്കെ, ഇത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ഡൈവർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഡൈവർജൻ്റ് ആണ്. കാരണം ഇതൊരു ഇൻഫിനിറ്റിയാണ്, ഇതിന് ലിമിറ്റ് ഇല്ല. സോ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇത് കൺവേർജൻ്റ് ആണ്. ഇപ്പോൾ ഇതിവിടെ ലിമിറ്റ് ഇല്ല, ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റിയോ നെഗറ്റീവ് ഇൻഫിനിറ്റിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഡൈവർജൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു വീഡിയോ ഉണ്ട് പി സീരീസ്. ഓക്കെ, പി സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇഫ് പി ഈസ് ലെസ്സർ ദെൻ ഓർ ഈക്വൽ ടു 1 ഈസ് ഗോയിങ് ടു ബി ഡൈവർജൻറ്റ്. ഓക്കെ, ഡൈവർജൻറ്റ്. ഇപ്പോൾ പി ഈസ് ഗ്രേറ്റർ ദെൻ 1 ഈസ് ഗോയിങ് ടു ബി കൺവെർജൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ പി ഒന്നിനെക്കാട്ടി താഴെയാണെങ്കിൽ ഡൈവർജൻ്റ് ആണ്. അതായത് ഇപ്പോൾ പി ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണ്. ഈ പി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വിചാരിക്കുക, അതിൻ്റെ മേലെയുള്ള എക്സ്പോണൻ്റ് ആണ് പി. ഓക്കെ, ആ എക്സ്പോണൻ്റ് ഇപ്പോൾ എന്താണ്? ഇവിടെ 1 ആണ്. ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആണതുകൊണ്ട് ഡൈവർജൻ്റ് ആയി. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ വീഡിയോ. അടുത്ത വീഡിയോയിലേക്ക് കാണാം.